വെറുതെ ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നതിലുപരി അതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചും കൂടെ മാനേജറിയൽ പോസ്റ്റ് മീൻസ് ആ ഒരു ലെവലിലോട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ചെറുപ്പം മുതലുണ്ടായിരുന്നു. നന്നായിട്ട് പഠിച്ച് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വലിയ എക്സാം എഴുതിയിട്ട് പെട്ടെന്ന് തന്നെ പാസ്സാവാൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ജീവിക്കുന്ന എവിഡൻസ്. അപ്പോൾ CMA USA പഠിക്കുന്ന ഒരാൾക്ക് ഡിഗ്രി അത്രയും സിമ്പിളായിരിക്കും. വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമുക്ക് പെട്ടെന്ന് ഒരു കരിയർ എൻട്രിലോട്ട് പോവുകയും ചെയ്യാം. അത്രയും ഡ്യൂറേഷൻ നമുക്ക് കുറഞ്ഞു കിട്ടും. എൻ്റെ വീട്ടിൽ നിന്ന് വരെ ചോദിച്ചിട്ടുണ്ട് എന്നോട്, നിന്നെ കൂടെ ഇതൊക്കെ പറ്റുമോ എന്നുള്ളത്. ഫാമിലി മൊത്തം എനിക്കെതിരായിരുന്നു. അന്ന് ആ സമയം എല്ലാവരും എതിരായി നിന്നപ്പോൾ എനിക്കതൊരു വാശിയായി മാറി. അപ്പോൾ എല്ലാവരും പറയും ഫുൾ ടൈം 12 hours 14 hours ഒക്കെ പഠിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോകും. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ഭയങ്കര കമാൻഡ് വേണോ? എന്താണ് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. അതായത് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇന്നതാണ് ചോദിക്കുന്നത് എന്നറിയാനുള്ള ഒരു നോളജ് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ പൊട്ടിയെന്ന് വെച്ചിട്ട് ഫെയിലായി എന്ന് വെച്ചിട്ട് പിന്നെയും ഫെയിൽ ആവണം എന്നുള്ളൊരു ഇതില്ല. ഇപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ തവണ കിട്ടിയവരുണ്ടാവും, ചിലപ്പോൾ രണ്ടാമത്തെ തവണ അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, മൂന്നാമത്തെ തവണയായി നമുക്ക് കിട്ടുന്നുണ്ടാവുക. അത് നമ്മൾ ട്രൈ ചെയ്യുന്നിടത്തിരിക്കും. അത് വെച്ചിട്ട് നമ്മൾ അത് ഡ്രോപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെ ഉണ്ടാവുള്ളൂ. കോഴ്സ് നിർത്തി പോകുന്നവരൊക്കെ ഉണ്ടാവും, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഉള്ളവരോട് എന്താണ് പറയുള്ളത്? അങ്ങനെയുള്ളതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഞാൻ അങ്ങനെ നിർത്തി പോകുന്ന ഒരാളാണ്.